UAE നിങ്ങൾ അക്കൗണ്ടൻറ്റ് ഫീൽഡിലേക്ക് ജോലി അന്വേഷിക്കുന്നവരാണെങ്കിൽ പലർക്കുള്ള ഡൗട്ടായിരിക്കും, നമ്മൾ ഏത് കമ്പനി അല്ലെങ്കിൽ ഏത് ടൈപ്സ് ഓഫ് ബിസിനസ് കമ്പനിയിലേക്ക് നമുക്ക് CV സെൻഡ് ചെയ്യാം, ഏതായിരിക്കും നമ്മളുടെ ബെറ്റർ ഓപ്ഷൻ. ഒരുപാട് ഡൗട്ട്സ് ആയിട്ടായിരിക്കും നിങ്ങൾ ഇന്നുണ്ടാവുക. അവരോട് എനിക്ക് പറയാനുള്ളത്, പല ടൈപ്സ് ഓഫ് ബിസിനസ് UAEയിലുണ്ട്. അതായത് ഫോർ എക്സാമ്പിൾ റിയൽ എസ്റ്റേറ്റ്, അതുപോലെ തന്നെ ഡിസ്ട്രിബ്യൂഷൻ കമ്പനീസ്, അതുപോലെ മാനുഫാക്ചറിങ് കമ്പനീസ്, ഇങ്ങനെ ഡിഫറെൻറ്റ് ബിസിനസ് റിലേറ്റഡ് കമ്പനീസ് UAEയിലുണ്ട്. അതിൽ നിങ്ങൾ ഓപ്റ്റ് ചെയ്യുമ്പം, അല്ലെങ്കിൽ നിങ്ങളിപ്പം പെട്ടെന്ന് നമ്മളൊരു ജോലിക്ക് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ സ്റ്റാർട്ടിങ് ഒരാളെ സംബന്ധിച്ച് അവർ ചിന്തിക്കുക ഏതെങ്കിലും ഒരു ജോലി എങ്ങനെയെങ്കിലും കിട്ടിയാൽ മതി. അങ്ങനെ കയറിയിട്ട് പലരും അബദ്ധത്തിൽ ചെന്ന് പോയത് എനിക്കറിയുന്നുണ്ട്. അതായത് എൻ്റെ ഫ്യൂ ഫ്രണ്ട്സ് അവർ തന്നെ എന്നോട് ഷെയർ ചെയ്തിട്ടുള്ള ഇൻഫർമേഷനാണ് ഇതൊക്കെ. നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ UAEയിൽ വരുമ്പം യാതൊരു ഐഡിയ ഇല്ലാതെ ഏതെങ്കിലും ഒരു ജോലിയിലേക്ക് നമ്മൾ ഇൻ്റർവ്യൂ കിട്ടുന്നു. അതിൽ നമ്മളുടെ ചില ആൾക്കാർക്ക് നല്ലതിനാവാം, ചില ആൾക്കാർക്ക് ചിലപ്പോൾ അത് മോശമായിട്ട് വരാം. നിങ്ങൾ UAEയിൽ വന്ന് അക്കൗണ്ടൻറ്റ് ഫീൽഡിലേക്ക് ജോലി നോക്കുന്നവരാണെങ്കിൽ അവർ ചെറിയ കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് നോട്ട് ചെയ്യണം. അതായത് നമ്മളൊരു കമ്പനിയിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് അവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് കിട്ടുവാണെങ്കിൽ, കമ്പനി നെയിം കിട്ടുവാണെങ്കിൽ, അത് നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ട് അവരുടെ വെബ്സൈറ്റിലേക്ക് നോക്കുവാണെങ്കിൽ, ഒരു പ്രോപ്പർ നല്ലൊരു വെബ്സൈറ്റ് ഉണ്ടെങ്കിൽ അവിടെ അതുപോലെ തന്നെ ആ വെബ്സൈറ്റിൽ കുറച്ച് ഇൻഫർമേഷൻസ് അവരുണ്ടാവും. കംപ്ലീറ്റ് എംപ്ലോയി റിലേറ്റഡ് മാറ്റേഴ്സ് അതിലുണ്ടാവും. അതുപോലെ ആ കമ്പനിയുടെ അച്ചീവ്മെൻറ്റ്സ് അതിൽ നോട്ട് ചെയ്യും. അങ്ങനെ ഒരുപാട് ഇമ്പോർട്ടൻറ്റ് ഫാക്ടേഴ്സ് ആ വെബ്സൈറ്റിലുണ്ടാവും. അപ്പോൾ ആ വെബ്സൈറ്റൊക്കെ നന്നായി നോക്കിയതിന് ശേഷം അവരുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്റ്റഡി ചെയ്തിട്ട് ഈ കമ്പനി ഓക്കെ ആണെന്ന് നിങ്ങൾക്കൊരു ധാരണ വരുത്തുക. ഇൻ കേസ് നിങ്ങൾക്ക് അതിനെപ്പറ്റി കൂടുതൽ അറിയില്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിലോ അല്ലെങ്കിൽ UAEയിൽ അറിയുന്ന ആരോടെങ്കിലും ഒന്ന് ഡിസ്കസ് ചെയ്തതിന് ശേഷം മാത്രം നിങ്ങളവിടെ ഇൻ്റർവ്യൂവിന് നിങ്ങൾ പോകരുത് എന്നല്ല ഇതിനർത്ഥം. നിങ്ങൾ ഇൻ്റർവ്യൂവിന് ഷുവറായിട്ടും നിങ്ങൾ പോകണം. പോയതിന് ശേഷം നിങ്ങൾ ഈ ജോലിയിലേക്ക് നിങ്ങൾ കയറും എന്ന കൺഫർമേഷൻ നിങ്ങളുടെ മൈൻഡിൽ നിങ്ങൾ സെറ്റാക്കുന്നതിന് മുമ്പ് അതൊന്ന് ജസ്റ്റ് ഒന്ന് നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ഒന്ന് സെൻഡ് ചെയ്തതിന് ശേഷം മാത്രം കയറാൻ ശ്രദ്ധിക്കാം. എനിക്കറിയാം ഇപ്പോഴും ഈ വീഡിയോ കാണുന്ന ഒരുപാട് പേര് ചിന്തിക്കുന്നുണ്ടാവുക, എങ്ങനെയെങ്കിലും ഒരു ജോലി കിട്ടാനാണ് ആഗ്രഹിക്കുന്നത്, അതിനുശേഷം ഞങ്ങൾക്ക് ഇത്രയും കാര്യങ്ങളൊക്കെ നോക്കാനൊന്നും ചിലപ്പോൾ മൈൻഡ് ഇല്ല. ആ ഒരു രീതിക്കായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവുക. പക്ഷെ നമ്മൾ ഒരു കാര്യത്തിലേക്ക് കടന്നു കഴിഞ്ഞാലായിരിക്കും അതിൻ്റെ ഡിഫിക്കൽട്ടീസ് മനസ്സിലാവുക. ചിലപ്പോൾ നിങ്ങൾ വിത്തിൻ 1 വീക്കിൽ നിങ്ങൾക്ക് അതിൽ നിന്ന് റിസൈൻ ചെയ്യേണ്ടി വരും. അതിലും ബെറ്റർ ആണല്ലോ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. സോ നിങ്ങൾ മാക്സിമം അതൊക്കെ അന്വേഷിച്ചിട്ട് മാത്രം നിങ്ങൾ ഒരു ഡിസിഷൻ എടുക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.